കൊടകര കള്ളപ്പണ കേസ് 8-അംഗ സംഘം അന്വേഷിക്കും. കൊച്ചി DCP സുദർശനാണ് സംഘത്തലവൻ. തൃശൂർ DIG തോംസൺ ജോസ് മേൽനോട്ടം വഹിക്കും. അൺഫിൽ ചേരുകയാണ്. അൺഫിൽട്ട്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഏറെ വിവാദമായ കൊടകര കുഴൽപ്പണ കേസിലാണ് ഇപ്പോൾ പുനരന്വേഷണ സർക്കാർ നേരത്തെ തന്നെ ഉത്തരവിട്ടിരുന്നു. ഈ പുനരന്വേഷണത്തിന് ഏത് അന്വേഷണ സംഘം ആരുടെ മേൽനോട്ടത്തിലാണ് ചുമതല എന്നത് സംബന്ധിച്ച് ഇപ്പോൾ DGP ആണ് ഉത്തരവിറക്കിയിരിക്കുന്നത്. 8-അംഗ സംഘമാണ് അന്വേഷിക്കുക. ഇത് തൃശൂർ DIG തോംസൺ ജോൺസ് ആണ് അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുക. ഒപ്പം തന്നെ സുദർശൻ, അതായത് കൊച്ചി DCP ആയിരിക്കുന്ന സുദർശൻ, ഇരിങ്ങാലക്കുട DYSP ആയിരിക്കുന്ന രാജു എന്നിവരടങ്ങുന്ന 8-അംഗ സംഘമാണ് അന്വേഷണത്തിൻ്റെ ചുമതല നിർവഹിക്കുക. ഇത് സംബന്ധിച്ച് DGP ആണ് അല്പം മുമ്പ് ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ തിരൂർ സതീഷ്, അതായത് തൃശ്ശൂരിൽ BJPയുടെ മുൻ ഓഫീസ് സെക്രട്ടറി ആയിരിക്കുന്ന തിരൂർ സതീഷിൻ്റെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഇത് പുനരന്വേഷണത്തിന് കാരണമായത്, തുടക്കമാകുന്നത്. മുമ്പ് തന്നെ ഈ കുഴൽപ്പണ കേസ് സംസ്ഥാന പോലീസിൻ്റെ തന്നെ പ്രത്യേക വിഭാഗം അന്വേഷിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരൂർ സതീഷ് പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത്. അതായത് അന്ന് 3.5 കോടി രൂപ തെരഞ്ഞെടുപ്പ് കുഴൽപ്പണം അത് BJPയുടെ ഓഫീസിൽ വഴിയാണ് എത്തിയതെന്നും 6 ചാക്കുകളിലായാണ് ഈ കുഴൽപ്പണം എത്തിയതെന്നും ഇദ്ദേഹം മൊഴി നൽകിയിരുന്നു. പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലിൽ നേരത്തെ BJP നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് താൻ മൊഴി മാറ്റി വ്യാജ മൊഴി നൽകുകയായിരുന്നു എന്നും തിരൂർ സതീഷ് പറഞ്ഞു. ഇതേ തുടർന്നാണ് ഇതിൽ പുനരന്വേഷണത്തിൽ വലിയ രീതിയിൽ വിവാദമാവുകയൊക്കെ ചെയ്തതാണ്. ഇതേ തുടർന്നാണ് പുനരന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത്. പുനരന്വേഷണത്തിന് അനുമതി തേടി നിലവിൽ ഇരിങ്ങാലക്കുട കോടതിയിൽ സർക്കാരിൻ്റെ ഒരു ഹർജി നിൽപ്പുണ്ട്. ആ ഹർജി പരിഗണനയിലാണ്. ആ ഹർജിയുടെ അതിൽ തീർപ്പാകുന്നതിന് മുമ്പ് തന്നെയാണ്, കോടതി ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെയാണ് സർക്കാർ ഇത്തരത്തിൽ ഉത്തരവ് 8-അംഗ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇനി ഇരിങ്ങാല കോടതിയിൽ നിന്ന് ആ ഹർജി തീർപ്പായതിനു ശേഷം ഈ അന്വേഷണ സംഘം മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിക്കും എന്ന് ഈ കോടതിയിൽ നിന്ന് തീർപ്പുണ്ടായതിനു ശേഷം മാത്രമേ അന്വേഷണ സംഘത്തിന് തെളിവെടുപ്പുമായി മൊഴി രേഖപ്പെടുത്തി രംഗത്തിറങ്ങാൻ സാധ്യമാവുകയുള്ളൂ. തിരൂർ സതീഷിൻ്റെ മൊഴി രേഖപ്പെടുത്തി, പ്രാഥമിക മൊഴി രേഖപ്പെടുത്തി അങ്ങനെ അന്വേഷണ സംഘം അന്വേഷണം ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പുതിയ ഒരു അന്വേഷണ റിപ്പോർട്ട്, അതായത് ഒരു തുടരന്വേഷണം അല്ലെങ്കിൽ ഒരു പുനരന്വേഷണം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും തിരൂർ സതീഷിൻ്റെ മൊഴി, അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലൊക്കെ തന്നെയാണ് നിർണായകമാവുക. വലിയ രീതിയിൽ തന്നെ BJP സംസ്ഥാന ഘടകത്തെ പ്രതിരോധത്തിലാക്കുന്ന ഒരു അന്വേഷണമായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല CPM-ഉം പോലും ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. മറുഭാഗത്ത് കോൺഗ്രസ്, ഇത് CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയാണ് എന്ന രീതിയിൽ വലിയ രീതിയിൽ ആരോപണമൊക്കെ ഉയർത്തുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ തുടരന്വേഷണവും പുനരന്വേഷണവും ഒക്കെ തന്നെയും സർക്കാരിന് ഇതിൽ യാതൊരു കൈകടത്തലുമില്ല. സർക്കാർ നിഷ്പക്ഷമായി തന്നെ അന്വേഷണം നേതൃത്വം നൽകുന്നു എന്ന് തെളിവാക്കുന്നതും കൂടി തന്നെയാണ് ഈ പുതിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട് 8-അംഗ സംഘത്തെ DGP ഇപ്പോൾ പുതിയ ഉത്തരവിലൂടെ പുറത്തിറക്കിയിരിക്കുന്നത്. ശ്രീജ.